Hello, welcome to Rich Chart Talks. Hi everyone, it's me Rahul. Welcome to Rich Chart Talks. എങ്ങനെയായിരുന്നു എല്ലാവർക്കും മാർക്കറ്റ്? എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഗുഡ് മാർക്കറ്റ് ആക്ച്വലി. എനിക്ക് ട്രേഡ് ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അത് എൻ്റെ തെറ്റ് ഞാൻ തന്നെ പറഞ്ഞുതരാം. എനിക്കുണ്ടായ തെറ്റ് എന്താണ്, ഞാൻ നോക്കാതെ പോയ കാര്യം എന്താണ്. ബട്ട് മാർക്കറ്റ് ആസ് പെർ പ്രൈസ് ആക്ഷൻ കറക്റ്റായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്ത്. ജസ്റ്റ് നമ്മൾ ഒന്ന് നോക്കിയിരുന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇന്ന് പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്നൊരു ദിവസം തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണ് കയറിപ്പോയി കഴിഞ്ഞിട്ട് മാർക്കറ്റ് അവിടുന്ന് ഒരു 40-60-70 പോയിന്റ്സിന്റെ മൂവ് താഴോട്ട് തന്നു. പക്ഷെ ഇപ്പോൾ ഈ മൂവ് തരുന്നതിന് മുന്നേ നമുക്ക് മാർക്കറ്റ് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തന്നായിരുന്നു. അത് ബിഗിനേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻ വെച്ച് പഠിക്കുമ്പം ഒരുപാട് ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട് അല്ലെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ടായിരുന്നു, ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഒരു ടോപ്പ് പിന്നെ ഒരു ടോപ്പ്, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നേരെ ഫോൾ. ഓക്കെ, സോ നമുക്ക് ഈ പാറ്റേണിന്റെ ഒരു എൻട്രി പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ ഇതിന്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാനുള്ള ഒരു അവസരം മാർക്കറ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം ഈ റെസിസ്റ്റൻസിൽ പോയി തട്ടി ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, മാർക്കറ്റ് തിരിച്ചു വന്നു, പിന്നെയും കൂടെ ഒരു വട്ടം കൂടെ ടച്ച് ചെയ്തു, അവിടെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്ക് ലൈനിന്റെ താഴെ ഒരു ബ്രേക്ക് വന്നു, നേരെ മാർക്കറ്റ് ഫോൾ ആയി, നമ്മുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. സോ ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ് ഉണ്ടായിരുന്നത്. സോ ഞാനും ഇന്ന് രാവിലെ തന്നെ ഒരു ബുള്ളിഷ് വ്യൂ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ ട്രേഡ് മിസ്സായി, സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് നമ്മൾ ഓരോ ദിവസം നമ്മൾ ട്രേഡ് എടുത്തു കഴിയുമ്പം നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും നമുക്ക് എന്തുകൊണ്ട് ആ ട്രേഡ് കിട്ടി, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു എന്ന് നമ്മൾ ഒരു ജേണലിൽ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഓൾറെഡി ഇന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന്. അതല്ലാതെ ഇവിടെ വേറെ കൺഫർമേഷൻസ് കൂടെ ഉണ്ട്. അതായത് RSI ഡൈവർജൻസ് എന്ന് പറഞ്ഞ ഒരു പ്രൈസ് ആക്ഷൻ കൺഫർമേഷൻ. നമുക്ക് ഇവിടെ കാണാൻ കഴിയും പ്രൈസ് ഈ ഒരു ഏരിയ, ഇതാണല്ലോ പ്രൈസിന്റെ ഹൈ. ഓക്കെ, ഈ ഹൈയിൽ നിന്ന് പ്രൈസ് ഏകദേശം ഈ ഒരു ഹൈയിലോട്ട് ഏകദേശം പ്രൈസ് ചെറിയൊരു രീതിയിൽ പ്രൈസ് ഒന്ന് മുകളോട്ട് അല്ലെങ്കിൽ ഏകദേശം ഒരേ ലെവലിലാണ് പ്രൈസ് ഇവിടെ ഉള്ളത്. അതായത് ഈ ഹൈയും ഈ രണ്ട് ക്യാൻഡിലെ ഹൈയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഏകദേശം ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു 5-10 പോയിന്റിന് മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത്. അതേ സമയത്ത് നമ്മൾ ഇവിടെ ആ ഹൈയുടെ തൊട്ട് താഴെയുള്ള RSI നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ലൈൻ താഴോട്ട് നോക്കണം. ഈ ലൈൻ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ RSIയുടെ ഈ ഹൈ, ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രൈസിന്റെ ഈ ഹൈ, ഓക്കെ, ഈ ഹൈ ഇതാണ് പ്രൈസിന്റെ നെക്സ്റ്റ് ഹൈ. അതായത് ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇതാണ് 2 ഹൈ പോയിന്റ്. അതേ സ്ഥലത്ത് RSIയുടെ ഈ ഒരു ഏരിയ നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ക്ലിയർ ഡൈവർജൻസ് കാണാൻ പറ്റും. ഇതും ഇന്നത്തെ ഒരു മിസ്റ്റേക്ക് ആണ്. ഞാൻ ഡെയിലി നോക്കാറുണ്ട് ഈ സാധനം, പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ എൻ്റെ ഇത് മിസ്സായിപ്പോയി. സോ ഈ പ്രൈസ് ഇവിടുന്ന് മുകളിലോട്ട് പോകാൻ ശ്രമിക്കുമ്പം RSI അവിടെ മൊമെന്റം ലോസ് ചെയ്യാണ്. അതായത് RSI അവിടെ താഴോട്ട് പോവുകയാണ്. കണ്ടോ, RSI ഫസ്റ്റ് ഹൈ ഉണ്ടാക്കി, സെക്കൻഡ് ഹൈ ഈ ഹൈയുടെ താഴെ, അതായത് ലോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഹൈയുടെ താഴെ ഒരു പ്രൈസിന്റെ ലോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഈ ഹൈ RSIക്ക് 73 ആണെങ്കിൽ ഇവിടെ എത്തിയപ്പം 67 ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പ്രൈസ് എന്താണ്, ഈ ഹൈയുടെ മുകളിലാണ് ഈ ഹൈ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ പ്രൈസിന്റെ ഓപ്പോസിറ്റ് RSI തിരിയുന്നതിന് പറയുന്ന പേരാണ് RSI ഡൈവർജൻസ്. അപ്പൊ ഇവിടെ നമുക്ക് RSI ഡൈവർജൻസ് ഉണ്ടായിരുന്നു, ഈ നെക്ക് ലൈൻ ബ്രേക്കിംഗ് ഉണ്ടായിരുന്നു, ഡബിൾ ടോപ്പ് ഉണ്ടായിരുന്നു, ഒരു കാൻഡിൽ കൺഫർമേഷൻ ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് താഴോട്ടുള്ള ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു 70-80 പോയിന്റ്സ് ട്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതെപ്പോഴും നമ്മുടെ മാർക്കറ്റിലെ ഹിഡൻ ആയിട്ടുള്ള കൺഫർമേഷൻസ് ആണ്. നമ്മളിത് മാക്സിമം മൈൻഡ് ചെയ്യാറില്ല. ഓക്കെ, ഇതാരും നോക്കാറില്ല. സോ ഇതെല്ലാം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിന്നിംഗ് പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. എന്റെ സ്റ്റോപ്പ് ലോസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ പോലും ഇന്ന് ഞാൻ ചെയ്ത തെറ്റ്, അതായത് ട്രേഡ് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോരുമ്പോൾ തന്നെ ഞാൻ ആക്ച്വലി ഈ സാധനം എന്താണ്
പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അപ്പോഴത്തെ സൈക്കോളജി വെച്ചിട്ട് ഇത് എടുത്തിട്ടില്ല. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഐ ടോൾഡ് എനിക്ക് ഇന്ന് ഇതായിരുന്നു, അതായത് സ്റ്റോപ്പ്ലെസ് ആയിരുന്നു. ബട്ട് ഇത് നമ്മൾ ഇന്ന് ഇത് ലെസൺ ലേൺഡ് ആണ്. ഇന്ന് ഞാൻ ഇന്ന് ഒന്നും കൂടെ എൻ്റെ നോട്ടിൽ ഞാൻ എഴുതി വെച്ച ഒരു കാര്യമാണ് RSI ഡൈവർജൻസ്. കാരണം അത് ഞാൻ ചെക്ക് ചെയ്തില്ല. ഡബിൾ ടോപ്പ് പാറ്റേൺ വന്നത് ഞാൻ ആ സമയത്ത് മൈൻഡിൽ വന്നില്ല. ഇത് രണ്ടും എനിക്ക് ഇന്നത്തെ ലോസിന് കാരണമായി. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ലോസിന് കാരണമായി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നിയത് അത് എഴുതി വെക്കുക. സോ നാളെ ക്ലിയർ ആണ്. പ്രൈസ് ഒരു ഞാൻ 2 ദിവസം മുന്നേ വീഡിയോ വേറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. പ്രൈസ് ഓൾറെഡി ഹൈയിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ബുള്ളിഷ് വ്യൂ മാത്രം വെക്കരുത്, ഒരു ബിയറിഷ് വ്യൂ കൂടെ നമ്മൾ വെക്കണം. ഓക്കെ, നമ്മൾ പ്രൈസ് തിരിയാനൊരു ചാൻസ് ഉണ്ട്. സോ നമുക്ക് നാളത്തെ ട്രേഡ് ക്ലിയർ ആണ്. ഓക്കെ, ഈ ഒരു ലോ അതായത് 25,870 താഴെ പ്രൈസ് ബ്രേക്ക് ചെയ്ത് നല്ലൊരു സ്ട്രോങ് ക്ലോസ് വരികയാണെങ്കിൽ നമുക്കൊരു പുൾ ബാക്ക്, ഒരു ടെമ്പററി മൂവ് താഴോട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ ഇത് ഇങ്ങനെ ഒരു ക്ലോസ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഏകദേശം ഈ ക്യാൻഡിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് 25,760 750 അതിന്റെ താഴെ 25,650 670 ഈ ഏരിയ വരെ, ഈ 2 ലോ വരെ നമുക്ക് താഴോട്ട് ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. ബട്ട് ഇത് സെക്കൻഡറി മൂവ്മെന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് പ്രയോറിറ്റി ഇതിനല്ല, തിരിച്ച് മുകളിലോട്ട് തന്നെയാണ് മാർക്കറ്റ് പോകാൻ ചാൻസ് കൂടുതൽ. സോ നാളെ നമുക്ക് ഈ ഏരിയയിൽ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ തിരിച്ചു വന്നിട്ട്, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഗ്യാപ്പ് അപ്പ് സിനാരിയോ തിരിച്ചു വന്നിട്ട് ഇവിടുന്ന് ഒരു പുൾ ബാക്ക് മുകളിലോട്ടാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് നാളെ ബൈ എൻട്രി തന്നെ പോകും. ബൈ എൻട്രി പോകുമ്പോൾ നമുക്ക് RSI ഉള്ള കാര്യങ്ങളൊക്കെ നാളെ നിങ്ങൾ നോക്കണം. RSI ഡൈവർജൻസ് ഉണ്ടോ, RSI എബോവ് 50 ആണോ. ഓക്കെ, RSI എബോവ് 50 ആണെങ്കിൽ RSI മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 60ക്ക് മുകളിൽ പോകണമെങ്കിൽ ബുള്ളിഷ് മൊമെന്റം ക്രിയേറ്റ് ചെയ്തും പ്രൈസും മുകളിലോട്ട് പോകും. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഇതിന്റെ താഴെ ഒരു ക്ലോസ് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ടെമ്പററി ആയിട്ട്, അതായത് ചെറിയൊരു പുൾ ബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ബിയറിഷ് ട്രേഡിലോട്ട് പോകത്തുള്ളൂ. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ബുള്ളിഷ് ട്രേഡ് ആയിരിക്കും. സോ ഈ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, കാരണം എല്ലാ ദിവസവും മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആവുന്നെങ്കിൽ ജസ്റ്റ് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഏരിയയിൽ ഒരു ബൈ കൊടുക്കാം. 25,870 880 ഈ ഏരിയയിൽ. അതല്ല മാർക്കറ്റ് നേരെ ഇതിന്റെ മുകളിൽ ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ട് ഇന്നത്തെ ഡേ ഹൈയുടെ മുകളിൽ ക്ലോസ് ചെയ്തിട്ട് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് 26,100ന്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ തരികയാണെങ്കിൽ നമ്മൾ മുകളിലോട്ട് തന്നെ ട്രേഡ് എടുക്കും. ഓക്കെ, സോ പക്ഷെ മാർക്കറ്റ് ഇതിന്റെ മുകളിൽ നല്ല ക്ലോസ് ചെയ്ത് ഒരു 50 മിനിറ്റ്സിൽ മിനിമം ഒരു 50 മിനിറ്റ്സ് ക്യാൻഡിലും മിനിമം ട്രേഡ് ചെയ്യണം. 50 മിനിറ്റ്സ് ട്രേഡ് ചെയ്തപ്പോൾ നിങ്ങൾ അതിനെ 5 മിനിറ്റ്സിലാക്കിയിട്ട് ആ 5 മിനിറ്റ്സിന്റെ 50 മിനിറ്റ്സ് ക്യാൻഡിൽ ചെക്ക് ചെയ്യുക അവിടെ നടന്നുള്ള പ്രൈസ് മൂവ്മെന്റ്സ് എന്തൊക്കെയാണ്. സോ നല്ല ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ മുകളിലോട്ട് തന്നെ ട്രേഡ് ചെയ്യാം. 26,150 അങ്ങനെ മുകളിൽ ടാർഗറ്റ്സ് മുകളിലുണ്ടാവും. അതല്ല ഇതിന്റെ ഇടയിൽ പിന്നെ മാർക്കറ്റ് ഇവിടെ ഇതിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി എന്നിട്ട് ഈ ഒരു മൂവ്മെന്റ് പോലെ ഇവിടെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി പിന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കത്തില്ല. സൈഡ് വേസ് മൂവ്മെന്റുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. കാരണം ഓപ്ഷൻ ബയറിന് സൈഡ് വേസിൽ ഒന്നും കിട്ടത്തില്ല. സോ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കത്തില്ല. അതെല്ലാം മാർക്കറ്റ് മുകളിലോട്ട് ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് ഒരു ബുള്ളിഷ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹൈ വരെ ട്രേഡ് ചെയ്യാം. അതെല്ലാം നേരെ മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് മുകളിൽ പോയിട്ട് ഇതിന്റെ മുകളിൽ 26,100ന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ ട്രേഡ് എടുക്കും. അതല്ല സിനാരിയോ 3, ഇതിന്റെ താഴെ മാർക്കറ്റ് നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്ത് ഈ ലോയുടെ താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ടെമ്പററി സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, 50 EMA താഴെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് 50 EMA താഴെ നമ്മൾ 50 EMA ലാസ്റ്റ് 1-2 വീഡിയോ മുന്നേ പറഞ്ഞിട്ടുണ്ട്. 50 EMA എന്ന് പറഞ്ഞാൽ 50 ക്യാൻഡിൽസിന്റെ ആവറേജ് ആണ്. സോ ഈ 14 ഒക്ടോബർ എന്നുള്ള ഈ റാലി മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 50 EMA മുകളിൽ കയറിയിട്ടാണ് മാർക്കറ്റ് ഇത്രയും ദിവസം റാലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്ന് 50 EMA മുകളിൽ മാർക്കറ്റ് താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ബിയറിഷ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യോ ഇല്ലെന്ന് നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ, ഇതിന്റെ താഴെയാണ് മാർക്കറ്റ് നാളെ ഓപ്പൺ ആവുന്നതെങ്കിൽ നമ്മൾ ബിയറിഷ്നെസ്സിലോട്ട് തന്നെ പോകും. എന്നിട്ട് 25,680 അല്ലെങ്കിൽ 25,800 ഈ ഉള്ള റേഞ്ചിന് നമ്മൾ ട്രേഡ് എടുക്കും. അതല്ലാതെ ഇവിടെ വേറെ കാര്യം കൂടെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഓക്കെ, 15 മിനിറ്റ്സിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് താഴോട്ട്. സോ അതൊന്നും ഇവിടെ ചാർട്ട് ഒന്ന് വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് നന്നായിരിക്കും. ഓക്കെ, ഇങ്ങനെ ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 15 മിനിറ്റ്സിൽ ഇങ്ങനെ ട്രെൻഡ് ലൈൻ നിങ്ങൾ ഈ ഒരു അതായത് ഈ ഒരു ലോയിൽ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ
നമുക്ക് മാർക്കറ്റ് ഇന്ന് ട്രെൻഡ് ലൈനും മാർക്കറ്റ് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്തിട്ടൊന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും വരയ്ക്കാം. ഓക്കെ, മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറാൻ ശ്രമിച്ചു. പക്ഷെ ആ ട്രെൻഡ് ലൈൻ തട്ടി മാർക്കറ്റ് താഴോട്ട് പോയി. സോ ഈ ട്രെൻഡ് ലൈനും നാളെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതിന്റെ മുകളിൽ മാർക്കറ്റ് കയറുകയാണെങ്കിൽ ട്രെൻഡ് ലൈനിന്റെ മുകളിൽ മാർക്കറ്റ് കയറും. അപ്പം നമുക്ക് നാളത്തെ ബിയറിഷ് കൺഫർമേഷൻ ചെറുതായിട്ട് ഒരു താഴോട്ട് മാർക്കറ്റ് പോകാനുള്ള 1-2 കൺഫർമേഷൻസ് ഉണ്ട്. ഒന്ന് 50 അവിടെ താഴെ ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽ ക്ലോസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ താഴേന്ന്, അതായത് 14 ഒക്ടോബറിന്ന് മൂവ് ചെയ്തപ്പോൾ ഉണ്ടായ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 കൺഫർമേഷൻസ് ആയി. ഓക്കെ, പിന്നെ മാർക്കറ്റ് ഒരു ഹയർ റേഞ്ചിൽ നിന്ന് ചെറിയൊരു കറക്ഷൻസ് മാർക്കറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ 2 ദിവസം മുന്നേ വീഡിയോയിലും ഞാൻ ഈ ഫിബ് ലെവൽ വരച്ചിരുന്നു. നമ്മൾ ഈ മാർക്കറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഫിബിനെ ഇങ്ങനെ എടുത്ത് വരച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതിന്റെ ഒരു 50%, അതായത് 25,600 ഈ ഒരു സോൺ വരെ മാർക്കറ്റ് ചിലപ്പോൾ ഒരു റീട്രേസ് ചെയ്തിട്ട് തിരിച്ചു പോകാനുള്ള ചാൻസും മാർക്കറ്റിനുണ്ട്. സോ ഇങ്ങനെ 2-3 കൺഫർമേഷൻസ് മാർക്കറ്റിനുണ്ട് താഴോട്ട് വരാൻ ചിലപ്പോൾ ചാൻസ്. പ്രോബിലിറ്റി ആണ്, ഞാൻ കൺഫേം പറയുന്നില്ല. സോ ഇതൊക്കെ ഒരു ചാൻസ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ എടുക്കാം. ഓക്കെ, ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഈ 25,600 എന്ന റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു പോകാം. സോ അതാണ് 25,650 ഈ ഒരു ഏരിയയിൽ 50 പോയിന്റ് മുകളിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ, സോ കുറച്ചുകൂടെ താഴോട്ട് അറിയാം, ഇവിടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സപ്പോർട്ട് ഞാൻ പറഞ്ഞത് ഇവിടെ വരെ നമുക്ക് ട്രേഡ് ചെയ്യാൻ ചിലപ്പോൾ കഴിയായിരിക്കും. സോ ഇങ്ങനെയുള്ള കൺഫർമേഷൻസ് ഒക്കെ നാളെ നോക്കി നമ്മൾ ട്രേഡ് ചെയ്യാം. താഴോട്ട് വരികയാണെങ്കിൽ താഴെ ക്ലോസ് വരികയാണെങ്കിൽ 25,600 അല്ലെങ്കിൽ 25,700, ഇതിന് മുകളിൽ 700 ടാർഗറ്റ് ഉണ്ട്. ഈ റൗണ്ട് നമ്പർ ഒക്കെ നമുക്ക് ടാർഗറ്റ് ആണ്. 25,800 ഈ ടാർഗറ്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് താഴോട്ട് ട്രേഡ് ചെയ്യാം. അതല്ല ഇവിടുന്ന് ബുള്ളിഷ് മൂവ്മെന്റ് കാണുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഇന്നത്തെ ഡേ ഹൈ 26,000 വരെ നമുക്ക് ട്രേഡ് ചെയ്യാം. അത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 26,150 അങ്ങനെ ടാർഗറ്റ് മുന്നോട്ട് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിന്റെ പുറകിൽ നമ്മൾ വീഡിയോ ചെയ്യാം. എന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. പിന്നെ ഇന്ന് ഇതിനകത്തുള്ള എഡ്യൂക്കേഷൻ, അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നോട്ടിലൊന്ന് നോട്ട് ചെയ്യുക. ഡബിൾ ടോപ്പ്, RSI, ഡൈവർജൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മാർക്കറ്റിൽ. പിന്നെ ബിഗിനേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഞാനും ഇപ്പം EMA ജസ്റ്റ് കൺഫർമേഷൻ നോക്കാറുണ്ട്. EMA കൺഫർമേഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. അതായത് നമുക്കൊരു കൺഫർമേഷൻ കിട്ടും നമുക്ക് ട്രേഡ് എടുക്കുന്നതിന് മുന്നേ. സോ എന്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.